മറന്നുവോ നീലാംബരിയെ? അത്ര എളുപ്പമൊന്നും മറക്കാനാവില്ല നീലാംബരിയെ. തമിഴ് സിനിമയിലെ എണ്ണം പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു നീലാംബരി. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പടയപ്പ എന്ന ചിത്രത്തിലെ നായികയായി പ്രതിനായികയായി എത്തിയ നീലാംബരിക്ക് എന്നും ആരാധകരുണ്ട്. രമ്യ കൃഷ്ണൻ എന്ന നടി നായക നടനായ സൂപ്പർ സ്റ്റാറായ രജനീകാന്തിനെ നിഷ്പ്രഭമാക്കിയ പ്രകടനം കൊണ്ട് സിനിമാ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ വേഷത്തിൽ ആറാടിയത് നാം ഇന്നും ഓർക്കുന്നു. ഒരു രജനി ചിത്രത്തിൽ നായികയ്ക്ക് എന്തു പ്രാധാന്യം എന്ന് ചോദിച്ചവർക്കെല്ലാം ശക്തവും വ്യക്തവുമായ ഉത്തരം നൽകിയ വേഷമായിരുന്നു രമ്യ അവതരിപ്പിച്ച നീലാംബരി. രജനീകാന്തിന്റെ കരിയറിലെ തന്നെ വമ്പൻ ഹിറ്റ് സിനിമയാണ് 1991 ഇറങ്ങിയ പടയപ്പ. ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ രജനിക്കൊപ്പം അല്ലെങ്കിൽ അതിനു മേലെ നിർത്തിയാണ് സംവിധായകൻ KS രവികുമാർ അന്ന് നീലാംബരിയെ വിഭാവനം ചെയ്തത്. രമ്യ നീലാംബരിയായി അവതരിച്ചപ്പോൾ പടയപ്പ എന്ന രജനി ചിത്രത്തിന് ആ കഥാപാത്രം നൽകിയ ചാരുത ഒന്ന് വേറെ തന്നെയായിരുന്നു. ഗംഭീരം എന്ന വാക്കിൽ ഒതുങ്ങുന്നതല്ല നീലാംബരി, അതുക്കും മേലെ എന്ന് നാം പറയാറില്ലേ, അതായിരുന്നു യഥാർത്ഥത്തിൽ നീലാംബരി. പടയപ്പ തിയേറ്ററുകളിൽ റിലീസായ സമയത്ത് രജനി ആരാധകർക്ക് പുറമെ സ്ത്രീ പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചിലേറ്റിയത് നീലാംബരിയെ ആയിരുന്നു എന്ന് സിനിമാ ചരിത്രം സാക്ഷി. തിയേറ്ററുകളിലേക്ക് നീലാംബരിയായി അവതരിച്ച രമ്യ കൃഷ്ണനെ കാണാൻ സിനിമാ കുതുകികളായ തമിഴ് വനിതകൾ തിയേറ്ററുകളിൽ ഗേറ്റുകൾ പൊളിച്ചാണ് അകത്തേക്ക് ഇരമ്പിക്കയറിയതെന്ന ചരിത്രവും ഉണ്ട്. അതായിരുന്നു നീലാംബരി ഉളവാക്കിയ ആവേശം. നീലാംബരി ഒന്നുകൂടി വന്നാൽ എങ്ങനെയിരിക്കും എന്ന ചോദ്യം കുറെ കാലമായി നിർമ്മാതാക്കളുടെ ചിന്തയിലുണ്ട്. അത് യാഥാർത്ഥ്യമാകാൻ സമയമായിരിക്കുന്നു. തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന സൂചനകൾ ആ തിരിച്ചുവരവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പടയപ്പയുടെ നായകനായ രജനീകാന്ത് തന്നെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പടയപ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ചർച്ചകൾ ഇപ്പോൾ നടന്നുവരികയാണെന്നാണ് രജനി പറഞ്ഞിരിക്കുന്നത്. തിയേറ്ററിന്റെ ഗേറ്റ് തകർത്ത് സ്ത്രീകൾ വന്നു കണ്ട സിനിമയാണ് പടയപ്പ. പടയപ്പ രണ്ടാം ഭാഗം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ഐഡിയ എനിക്കുണ്ടായി. സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കഥയെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണെന്ന് രജനീകാന്ത് പറയുന്നു. ദശാബ്ദങ്ങളായി സൂപ്പർ താര പദവി അലങ്കരിക്കുന്ന രജനീകാന്തിന് മുന്നിൽ തകർത്താടി രമ്യ കൃഷ്ണന്റെ ഏറ്റവും ഗംഭീര പ്രകടനമായിരുന്നു നീലാംബരി എന്നതിൽ സംശയമില്ല. പടയപ്പയിലെ മുഖ്യ കഥാപാത്രമായി പോലും തോന്നിപ്പിച്ചു നീലാംബരി പല രംഗങ്ങളിലും. അതുകൊണ്ട് തന്നെയാകണം രജനീകാന്തിനും പടയപ്പയോട് ഒരു ഇഷ്ടക്കൂടുതൽ ഉള്ളത്. പടയപ്പ രണ്ടാം ഭാഗം ആലോചിക്കുമ്പോൾ എന്താകണം അതിനു പേര് എന്നതും നിർമ്മാതാക്കൾ ആലോചിച്ചിട്ടുണ്ട്. രജനീകാന്തിന് അതിനും ഉത്തരമുണ്ട്. രണ്ടാം ഭാഗം വരുമ്പോൾ ആ ചിത്രം നീലാംബരി പടയപ്പ പാർട്ട് 2 എന്നറിയപ്പെടും. രമ്യ കൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരിക്ക് ഒരു ട്രിബ്യൂട്ട് കൂടിയാകും ആ പേര്. നീലാംബരിയായി രമ്യ വീണ്ടും എത്തുമ്പോൾ രജനീകാന്തിന്റെ വേഷം എന്താകും എന്നറിയാൻ കാത്തിരിക്കുകയാണ് തമിഴ് സിനിമാ ലോകം. രജനിയുടെ സൂപ്പർ സ്റ്റാറിന് ചേർന്ന നായികയാവും രമ്യയുടെ നീലാംബരി എന്ന് പടയപ്പ തെളിയിച്ചു കഴിഞ്ഞു. രണ്ടാം ഭാഗം എത്തുമ്പോൾ നീലാംബരിയും പടയപ്പയും ഒരേ ലെവലിൽ തിളങ്ങാൻ ഉതകുന്ന തിരക്കഥയാവും ഒരുങ്ങുക എന്ന് വ്യക്തം. രണ്ടാം ഭാഗം എത്തുന്നതിന് മുൻപ് പടയപ്പയുടെ റിലീസ് ഉണ്ടാകും. ഡിസംബർ 12 രജനീകാന്തിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് സിനിമയുടെ റിലീസിംഗ് ചെയ്യുന്നത്. സൗന്ദര്യ, ലക്ഷ്മി, രാധാരവി, അബ്ബാസ് തുടങ്ങി നിരവധി താരനിര അണിനിരന്ന സിനിമയാണ് പടയപ്പ. 5 തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഈ ചിത്രം നേടുകയുണ്ടായി. രണ്ടാം ഭാഗം അതിലും മികവ് കാട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രമ്യ കൃഷ്ണന്റെ നീലാംബരിയുടെ രണ്ടാം വരവിന് കാതോർക്കാം.